ജന്മത്തിൻ്റെ പ്രഥമഘട്ടത്തിൽ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അണ്ഡബീജ സങ്കലനത്തിന് ശേഷം ഒരു മനുഷ്യൻ അതിൻ്റെ പ്രഥമഘട്ടത്തിൽ എങ്ങനെയാണ് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്? ഒരുപക്ഷെ വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ തനിച്ചൊരു പുസ്തകം എഴുതിയ ആളാണ് ഡോക്ടർ കെയ്ത്തുമോർ. അദ്ദേഹം അത്ഭുതപ്പെട്ടു ഇവിടെ വന്നിട്ട്. 1400 വർഷം മുമ്പ് ഇതെങ്ങനെ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹം ചോദിക്കാൻ കാരണം ഈ സൗദിയിലെ 6ഓളം ഖുർആൻ പണ്ഡിതന്മാർ ഈ കെയ്ത്തുമോർ എന്ന ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് ഖുർആനിൽ ചർച്ചയുണ്ട് എന്ന് പറഞ്ഞു. ഇത് സംബന്ധമായ ആയത്ത് കൊടുത്തു. അദ്ദേഹം അലക്ക് എന്ന പ്രയോഗത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷ അറിയാൻ വേണ്ടി ഡിക്ഷണറിയിൽ നോക്കി. അലക്ക്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലക്ക്. ഈ അലക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി ഒരുപാട് അന്വേഷിച്ചു. അവസാനം അദ്ദേഹം ലീച്ച് എന്ന അർത്ഥം കണ്ടെത്തി. ലീച്ച് മീൻ അട്ട, അട്ട നീരട്ട എന്ന് പറയണേ. അദ്ദേഹം ഒരു വൈറ്റ് പേപ്പറിൽ അട്ടയുടെ ചിത്രം വരച്ചു വെച്ചു. എന്നിട്ട് ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞ് ഇനീഷ്യൽ, അതായത് പ്രഗ്നൻസി പീരീഡ്, ഗർഭത്തിൻ്റെ ആദ്യത്തിലുള്ളൊരു സ്ത്രീയെ സ്കാനിങ്ങിന് വിധേയനാക്കി. ഇയാൾ അത്ഭുതപ്പെട്ടു പോയി. ഒരുപാട് നേരം ഇയാൾക്ക് സംസാരിക്കാൻ പോലും പറ്റാണ്ട്. എന്തപ്പോൾ കാണുന്നത്? ഇയാൾ വരച്ച ചിത്രത്തിന് സമാനമായ ഒരു ഫിഗർ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കാണുന്നു. 5 ആയത്തിൽ നിന്ന് 22ഓളം സയൻസ് പിറന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. 5 ആയത്തിൽ നിന്ന് 22ഓളം സയൻസ്, ശാസ്ത്രം. പക്ഷേ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ നമ്മൾ മടിയന്മാരാവുകയും കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനികളെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ശാസ്ത്രം നമുക്കില്ലാണ്ടായി അല്ലേ? അതാണ് സംഭവിച്ചത്. അതാണ് ഇന്നിപ്പോൾ സംഭവിച്ചത്. നമ്മൾ വൈദ്യം അന്വേഷിച്ച് അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഖുർആനിൽ വൈദ്യശാസ്ത്രമുണ്ട്. ഖുർആനിൽ രോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഖുർആനിലുണ്ട്. ഒരാളുടെ രോഗപ്രതിരോധ ശക്തി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഖുർആനിൽ നിന്ന് പറഞ്ഞത് മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഖുർആനിൽ നിന്നാണ് പറഞ്ഞത്. ജൂതനായ ഒരു സഹോദരൻ രോഗപ്രതിരോധം, മലപ്പുറം ജില്ലയിൽ വാക്സിനേഷൻ നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾക്ക് വലിയ പ്രശ്നമാണ്. പക്ഷെ ഖുർആനികമായ മറുപടി മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടായാലും കാര്യമില്ല. അടുത്ത തവണ ഇവിടെ പ്രസംഗിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. ഓക്കെ, മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടില്ല അതിൻ്റെ മറുപടി. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്താണ് സോളിക് ബയോളജി എന്ന വിഷയം പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരായ ശാസ്ത്രജ്ഞന്മാർ വന്നത്. മലപ്പുറം ജില്ലേൻ്റെ അഭിമാനമാണ്. എന്ത് പഠിക്കാൻ? ശരീരശാസ്ത്രത്തിലെ അത്ഭുതകരമായൊരു പാർട്ട് പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരായ ശാസ്ത്രജ്ഞന്മാർ അറസ്റ്റ് ചെയ്ത ജയിലിൻ്റെ പുറത്ത് പേനയും പേപ്പറായിട്ട് ഇരിക്കുക, ഉമർ ഖാദിയോട് സംശയം ചോദിച്ച് പഠിക്കാൻ. സോളിക് ബയോളജി, ജീവൽ പ്രധാന ശരീരത്തെക്കുറിച്ച്. പക്ഷേ ഈ മലപ്പുറത്തിപ്പോൾ വാക്സിനേഷൻ നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാണ്. അപ്പോൾ മലപ്പുറംകാർ കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിൽ രോഗപ്രതിരോധം എങ്ങനെയെന്ന ചോദ്യം ഇമാമുന റംലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചിട്ടുണ്ട്. റംലി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് തിബ്ബുൻ നബവിയിലെ അധ്യാപനമാണ്. അപ്പം രോഗപ്രതിരോധം എങ്ങനെയെന്ന് ഖുർആനിലുണ്ട്. രോഗം വന്നാൽ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നത് ഖുർആനിലുണ്ട്. അലൈക്കും ഷിഫാഅനി അൽ അസ്ലു വൽ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്ക് രോഗം വന്നാൽ 2 ചികിത്സാ മാധ്യമങ്ങളെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഒന്ന് ഭൗതികമായ മരുന്നുകളാണ്. അൽ അസിൽ, തേൻ മാത്രമാണ് എന്നർത്ഥമൊന്നും വെക്കേണ്ട. തേൻ, ഭൗതികമായ ഘടകങ്ങൾ, അതായത് പ്രകൃതിയിൽ കിട്ടുന്ന വസ്തുക്കൾ കൂട്ടിയോജിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുത്താൽ രോഗത്തിന് ശിഫ ഉണ്ടാവും. മറ്റൊന്ന് ഖുർആനാണ്. വൽ ഖുർആൻ, ഖുർആനിൽ നിങ്ങളുടെ രോഗത്തിന് ശിഫയുണ്ട്. ഖുർആൻ തന്നെ പറയുന്നു ഖുൽ ഹുവ ലില്ലദീന ആമനു. ഖുർആനൊക്കെ കയ്യിലെടുത്ത് നടക്കുന്ന സത്യവിശ്വാസികളോട് പറഞ്ഞു കൊടുക്കണം, ഈ ഖുർആനിൽ ഹുദൻ, ജീവിത വിജയത്തിൻ്റെ മാർഗങ്ങളുണ്ട്. അതായത് ജിദ്ദയിൽ വന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ജോലി കിട്ടാനുള്ള ഏർപ്പാട് ഖുർആനിലുണ്ട്. അങ്ങനെ ഹുദൻ. വ ഷിഫാ, വന്നുപെട്ട രോഗത്തിന് കംപ്ലീറ്റ് ക്യൂർ, രോഗം പൂർണ്ണമായി ഭേദമായി ഡോക്ടറിൽ നിന്നും മരുന്നിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയും ഖുർആനിലുണ്ട്. കുൽ ഹുവ ലില്ലദീന ആമനു ഹുദം വ ഷിഫാ. വിശുദ്ധ ഖുർആനിൽ
ജീവിത വിജയത്തിൻ്റെ മാർഗവുമുണ്ട്, രോഗം പിടികൂടിയാൽ അത് ശിഫയാവാനുള്ള വഴിയുമുണ്ടെന്ന് അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുൽ നബിയെ തങ്ങൾ അവരോട് പറയും. അപ്പോൾ പുതിയ ഡോക്ടേഴ്സ് പറയുന്നു ഈ രോഗം മാറില്ല, അത് മാറില്ല, തൽക്കാലം ഓപ്പറേഷൻ ചെയ്യാം, കുറേ കാലം റെസ്റ്റ് എടുക്കണം, പിന്നെയും മരുന്ന് കഴിക്കണം, മരിക്കണ വരെ മരുന്ന്. ഒരാൾ മരിച്ച അയാളുടെ റൂമിൽ 100 കണക്കിന് മരുന്നുകൾ, ചീട്ടുകൾ. ചില ആളുകൾ ഡോക്ടറെ കാണിക്കാൻ വരുന്നതിന് എത്രയോ കൊല്ലം മുമ്പുള്ള കുറേ പേപ്പേഴ്സുമായിട്ടാണ്, കുറേ പത്രങ്ങളുമായിട്ടാണ്, എത്ര വർഷം മുമ്പ് തന്നു. ചില ആളുകൾക്ക് രോഗം മാറാത്തന്നെ ഈ പേപ്പർ സൂക്ഷിക്കുന്നുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഇയാളുടെ മൈൻഡിൽ ഇയാളൊരു രോഗിയാണ്, എപ്പോഴും രോഗിയാണ്, അതൊരു ഇങ്ങനെ ഒരു അഴകായി കൊണ്ട് നടക്കുന്നവരൊക്കെ. ഞാൻ ഷുഗറാണ്, ഞാൻ BP ആണ്, കൊളസ്ട്രോളാണ്, അതിങ്ങനെ ഒരു അഴകായി കൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്. ചില മിടുക്കന്മാർ പറയും ഞാൻ വലിയ ഡോക്ടറേറ്റ് ഭയങ്കര ബന്ധാണ്, ഞാൻ ഒന്ന് ഫോൺ വിളിച്ചാൽ തന്നെ എനിക്ക് ടോക്കൺ തരുന്നു. നിങ്ങളോടുള്ള വിരുഷം കൊണ്ടൊന്നുമല്ല, നിങ്ങൾ കീശയോടുള്ള വിരുഷം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുണ്ട്. ഈ മാസം കാണിക്കാൻ അടുത്ത മാസം പോയില്ല ഇങ്ങോട്ട് വിളിക്കുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ട്. അത് നിങ്ങളോടുള്ള ഹുബാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മംഗലാപുരത്തൊക്കെ എനിക്ക് ഭയങ്കര ഹാൻഡാണ് ഡോക്ടറായിട്ട് ബന്ധം പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. തീരെ അടുപ്പിക്കാൻ പറ്റാത്ത ആളാണ് ആര് എന്ന് വെച്ചാൽ നിങ്ങൾ ആരോഗ്യവാന്മാരാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇമാമുന അലി റളിയല്ലാഹു തആല അൻഹുവിന് മദീനയിൽ ജോലി ഇല്ലാണ്ടായതുപോലെ ഡോക്ടേഴ്സിന് ജോലി ഇല്ലാണ്ടാവണം. ഇസ്ലാം അങ്ങനെയാണ് പറയുന്നത്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ഇത് ബാബുൽ ഖദർ എന്ന അധ്യായത്തിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഹദീസാണ്. നിങ്ങളിലെ ആരോഗ്യവാന് ആരോഗ്യമില്ലാത്തവരേക്കാൾ അള്ളാഹുവിങ്കൽ ഹൈറായവനാണ്, അള്ളാഹുവിന് അവനോട് ഇഷ്ടവും കൂടുതലാണ്. പറഞ്ഞുകൊണ്ട് വിഷമിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വേഗം രോഗത്തിന് സലാമത്താവാനുള്ള ഇൻസ്പിറേഷനാണത്. മനസ്സിലായിട്ടില്ല? എന്താ പറഞ്ഞത്? നിങ്ങളിലെ ആരോടാണ് അള്ളാഹുവിന് കൂടുതൽ താല്പര്യം? ശക്തന്മാരോടാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു അൽ ഖവിയ്യു എന്ന അള്ളാഹുവിൻ്റെ പ്രത്യേക ഗുണത്തെ ശരീരത്തിൽ കൊണ്ട് നടക്കുന്നവൻ ഒരർത്ഥം. അൽ ഖവിയ്യു എന്ന അള്ളാഹുവിൻ്റെ ഗുണത്തെ ശരീരത്തിൽ കൊണ്ട് നടക്കണവൻ, ബുദ്ധിയിൽ, ഹൃദയത്തിൽ, ശരീരത്തിൽ, മസിലിൽ ഒക്കെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിലേക്ക് കിട്ടാൻ വേണ്ടി വരുന്നത് ഇസ്ലാമിലെ മെമ്പർഷിപ്പ് കൂടാനാണോ? ചെറുപ്പക്കാരാലോചിക്കേണ്ട കാര്യമാണ്. അപ്പം നിങ്ങളിലെ ഏറ്റവും ഖൈറായവൻ ആരാണ്? നല്ല ശക്തന്മാരാണ്. എന്തിനാ പറഞ്ഞത്? രോഗികളെ വിഷമിപ്പിക്കാൻ പറഞ്ഞാണോ? വേഗം രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കിക്കോളീൻ, അതാണ് അതിൻ്റെ അർത്ഥം. വഅഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനും ഈ ആരോഗ്യമുള്ളവനാണ്, നല്ല ശാരീരിക ക്ഷമത ഉള്ള ആളാണ്. മിനൽ മുഅ്മിനിൽ ലഈഫ്, രോഗം വന്ന് തളർന്നുകൊണ്ടിരിക്കുന്ന നരമ്പ്, മസിൽ, പേശികളൊക്കെ ഉള്ള മുഅ്മിനേക്കാൾ ഇപ്പറുള്ള ആളോടാണ്. അപ്പം അങ്ങനെയല്ല, നമ്മളെ കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന കുട്ടിയോട് ഉപ്പാക്കും ഉമ്മാക്കും ഒരു ഇഷ്ടം കുറച്ച് കൂടുതലായിരിക്കൂലേ? ആണോ? അല്ലേ? ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. വലിയ ഇടങ്ങാറൊന്നും ഉണ്ടാക്കാണ്ട് ശല്യപ്പെടുത്താണ്ട് പോകുന്ന കുട്ടിയൊന്നും വീട്ടിലുണ്ടെങ്കിൽ ഓനോടൊരു ചെറിയ പിരിശം കൂടും. ഇതന്നെ ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരോഗ്യവാന്മാരായി ജീവിക്കുക എന്ന മോട്ടിവേഷനാണ്, താല്പര്യം ജനിപ്പിക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളിൽ ഒരുമിച്ച് കൂടിയവരിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ ഈ ഹദീസ് നമ്മൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല വാക്കുകൾ പറയുന്നതും നല്ല വാക്കുകൾ കേൾക്കുന്നതും രോഗത്തിന് ശിഫ ഉണ്ടാക്കുന്നതാണ്. നല്ല വാക്കുകൾ പറയുന്നതും നല്ല വാക്കുകൾ കേൾക്കുന്നതും രോഗത്തിന് ശിഫ ഉണ്ടാക്കും. ഒരാളുടെ മസ്തിഷ്കത്തിൽ ഏറ്റവും ശക്തി കൂട്ടാനുള്ള നല്ല വഴി എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലോണം ചെല്ലുക എന്നുള്ളതാണ്. ഈ സുന്നികൾ ദിക്റും സലാത്തും മറ്റൊക്കെ ഉണ്ടാക്കണം എന്തുകൊണ്ടാണ്? അതിനാണല്ലോ അവരുടെ പ്രത്യേകതയും. സുന്നികൾ ദിക്റ്, സ്വലാത്ത്, മജ്ലിസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ മജ്ലിസിൻ നൂർ എന്ന് പറഞ്ഞാൽ എന്താ? മജ്ലിസു ഷിഫയാണ്. മജ്ലിസിൻ നൂർ, മജ്ലിസു ഷിഫ എന്ന് വെച്ചാൽ മുസ്തഷ്ഫ, രോഗം മാറുന്ന സ്ഥലം. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ അടുത്ത് കണ്ണ് രോഗത്തിനെ കുറിച്ച് ആവലാതി വന്ന് പറഞ്ഞ മനുഷ്യനോട് പറഞ്ഞു മജ്ലിസിൻ നൂറിൽ ഇരിക്കുന്ന രോഗം മാറി. അപ്പോൾ മജ്ലിസിൻ നൂർ, മജ്ലിസു ഷിഫ, രോഗം മാറുന്ന മജ്ലിസ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇവിടെ എല്ലാം അല്ലേ, മൂന്നാമത്തെ ആഴ്ചയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? അള്ളാഹുവിടെ എത്തിപ്പെടാനും ഈ സദസ്സിൽ വന്നിരിക്കാനും അങ്ങനെ ആ സ്വഹാബത്തിൻ്റെ സ്വഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബത്ത് പ്രകാശങ്ങളാണ്, നക്ഷത്രങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ അംശം കുറയുന്നതിനനുസരിച്ചാണ് അയാൾ ശാരീരികമായി തളരുന്നത്, രോഗിയാവുന്നത്. ഫോട്ടോബയോണിക് ഇഫക്റ്റ് എന്ന് പറയും. ഫോട്ടോബയോണിക് ഇഫക്റ്റ്. ഇപ്പം രാവിലെ എഴുന്നേക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ആരോഗ്യം പോക്ക് തന്നെയാണ്.
രാവിലെ എഴുന്നേൽക്കണം. ഞാനിപ്പോൾ ഇന്നലെ മസൈൽ സൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ ദിക്ർ ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ അത് ഫജ്ർ സ്വാദിക്കിൻ്റെ സമയത്താണ് ആ ദിക്ർ ചൊല്ലാറുള്ളത്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ സമഈ നൂറ വഫീ ബസ്വരി നൂറ വഫീ ലിസാനി നൂറ വഫീ ജസദി നൂറ. എന്താ ഈ നൂറ്? എന്താണ് നൂറ്? വൈദ്യശാസ്ത്രത്തിന് പിടികിട്ടാത്തതും ഇസ്ലാമിക മെഡിക്കൽ സയൻസിൻ്റെ വിജയവും ഈ നൂറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഞാൻ പറയാം, സമയമുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഏതായാലും ഇസ്ലാമിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത്, ആരോഗ്യശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അങ്ങനെ വൈദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഖുർആനെ വൈദ്യം പറഞ്ഞിട്ടുള്ളൂ എന്നാണ് മറുപടി.